ആസ് നിങ്ങൾക്ക് തന്നെ അറിയണമെന്നുണ്ടാവില്ല. ഞാനിന്ന് കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള എനിക്ക് ഡിസ്റ്റർബിംഗ് അല്ല, എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് കണ്ടു. നമുക്ക് ആസ് വി ഓൾ നോ, ഇന്ന് നമ്മുടെ ശ്രീനിവാസൻ സാറ് മരിച്ചുപോയ ഒരു ദിവസമാണ്. ആൻഡ് മേ സോൾ റെസ്റ്റ് ഇൻ പീസ്. പക്ഷെ ഞാനിന്ന് വന്ന് പറയാനുള്ള റീസൺ ഇതാണ്. ദ വേ ദ പീപ്പിൾ ബിഹേവ്ഡ് ദർ. ഒരു മരണ വീട്ടിൽ ബിഹേവ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലാണ് ആൾക്കാർ അവിടെ പെരുമാറിയിരിക്കുന്നത്. ആൻഡ് ഐ ഫീൽ സോറി ഫോർ ശ്രീനിവാസൻ സാർ ആൻഡ് ഫോർ ദ എൻറ്റയർ ഫാമിലി. കാരണം നമ്മളൊരു മരണ വീട്ടിൽ പ്രതീക്ഷിക്കുന്ന ഒരു റെസ്പെക്റ്റും അതേപോലെ തന്നെ കാര്യങ്ങളും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ കാര്യം അവിടെ നിന്ന് ആൾക്കാർ മറന്നു പോയിരിക്കുന്നു. അവരെന്തോ സിനിമാ ലൊക്കേഷനിലോ അല്ലെങ്കിൽ വേറെ എന്തോ പരിപാടിക്ക് അങ്ങനെയായിട്ടും പ്രസംഗത്തിന് അങ്ങനെയായിട്ട് പോയി നിന്നിട്ട് വീഡിയോ ഫോട്ടോ എടുക്കുന്ന പോലെയാണ് അവിടെ പെരുമാറിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഞാൻ വിത്ത് ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അവിടെ മമ്മൂട്ടി സാറ് ശ്രീനിവാസൻ സാറിനെ കാണാൻ വന്നപ്പോൾ അവിടെ നിന്ന് മീഡിയാസും അതേപോലെ തന്നെ ക്യാമറ പൊക്കി പിടിച്ച് നടക്കുന്ന മീഡിയാസ്, അതായത് മൊബൈൽ ഫോൺസും കാര്യങ്ങളും എടുത്ത് പോകുന്ന ആൾക്കാരും വെരി എന്താ പറയുക, മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ കിടന്നിട്ട്. ഒരു കല്യാണ വീട്ടിലേക്ക് കല്യാണം ചെക്കാൻ വരുന്ന പോലെയാണ് ഇവരെ കൂട്ടിക്കൊണ്ടിരുന്നത്. ആ സൈഡിലും ആ വീട്ടിൻ്റെ സൈഡിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും മമ്മൂട്ടിനെ കണ്ടവിടെ മെല്ലെ ഫോണിലെടുത്തിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത്. എന്താ കഥ? നിങ്ങൾ കല്യാണ വീട്ടിലേക്കാണോ വന്നത്? നിങ്ങൾ കല്യാണ ചെക്കൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്? എൻ്റെ ധ്യാൻ ശ്രീനിവാസൻ സാറിനെ ഇങ്ങനെ കാണുമ്പോൾ ഐ വാസ് ലൈക്ക് എബൌട്ട് ടു ക്രൈ. ആ സ്പോട്ട് മനസ്സിലാക്കിയിട്ട് ഫുൾ ക്യാമറാസും ഫ്ലാഷും ക്യാമറേൻ്റെ ഒച്ച എത്ര ക്ലിക്സാണ് വീട്ടിൽ നിന്ന് എടുത്ത് ആംബുലൻസിലേക്ക് വെക്കുന്ന ഒരു സമയം. അത് നമുക്ക് മരിച്ചവർ നമ്മുടെ വീട്ടിലൊക്കെ മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. ആ ആംബുലൻസിലേക്ക് എടുത്ത് വെക്കുന്ന ഒരു സിറ്റുവേഷനിൽ 2-3 അവിടെ ബാക്കിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ക്യാമറ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുഖത്തേക്ക് വെച്ച് എന്തെന്നാ കാണണ്ടേ? പോകുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടായിരുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? വാട്ട് ആർ യു ഗൈസ് ഈവൻ ഡൂയിങ്? നിങ്ങൾ ചെറിയ കുട്ടികളെ പറ്റിയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ യങ് ജനറേഷനെ പറ്റിയിട്ടും ഒരുപാട് വാദവരാതെ കുറ്റം പറയുന്ന കൂട്ടരല്ലേ. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ബിഹേവ് ചെയ്യാൻ പറ്റിയില്ല? ഷെയിം ഓൺ പീപ്പിൾ, ഷെയിം ഓൺ ദ പീപ്പിൾ. ആരൊക്കെയാണ് അവിടെ ഫോൺ പൊക്കി പിടിച്ച് നടന്നത്? നിങ്ങളെ അവിടുത്തെ ആൾക്കാർക്ക്, അതായത് മരിച്ച ആ പുള്ളിക്കാരൻ്റെ ഫാമിലിക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ടില്ല, അവിടെ വന്നവർക്കും റെസ്പെക്റ്റ് കൊടുത്തിട്ടില്ല. ദാറ്റ് ഇസ് വാട്ട് ഐ ഫെൽറ്റ്. ബുദ്ധിയും ബോധമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ. താങ്ക് യു.